വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 28 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. ഈശോയുടെ ഉത്ഥാനം. പിന്നീട് സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപ്പുകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്ത പോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 6 വാക്യങ്ങൾ 1 മുതൽ 14 വരെ. മിശിഹായുടെ മരണോത്ഥാനങ്ങളിലുള്ള പങ്കുചേരൽ. നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമെന്നും ഒരിക്കലും അരുത്. പാപത്തിന് മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ മാമോദീസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തിൽ മാമോദീസ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് ഐക്യപ്പെടുത്തിയ മാമോദീസായ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. അത് മിശിഹ മരിച്ചവരിൽ നിന്ന് പിതാവിന്റെ മഹത്വത്താൽ ഉയർത്തെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുമയിൽ നടക്കേണ്ടതിനാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ ഉത്ഥാനത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപകരമായ ശരീരം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം മിശിഹായോടുകൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്ത മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണം ഇനിമേൽ അവനെ ഭരിക്കുകയില്ല. എന്തെന്നാൽ അവൻ മരിച്ചു, പാപത്തിന് അവൻ എന്നേക്കുമായി മരിച്ചു. എന്നാൽ അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തിന് മരിച്ചവരാണെന്നും ഈശോ മിശിഹായിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് വിട്ടുകൊടുക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് വിട്ടുകൊടുക്കുവിൻ. പാപം നിങ്ങളെ ഭരിക്കുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴല്ല, കൃപയ്ക്ക് കീഴാണ്.